പ്രിയ സുഹൃത്തുക്കളെ, ചരിത്ര പ്രാധാന്യവും ദൈവശാസ്ത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ യാക്കോബായ ഓർത്തഡോക്സ് സമൂഹങ്ങൾ ഒരു പ്രബല വിഭാഗമാണ്. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പേരിനാൽ അവർ അറിയപ്പെടുന്നു. ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന പ്രയോഗം ആ സഭകൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളുടെ ഭാഷ സുറിയാനി ആയിരുന്നത് കൊണ്ടാണ് എന്നതും അവരുടെ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന സെയിൻറ്റ് തോമസ് അഥവാ തോമാസ് ശ്ലീഹയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒക്കെയാണെന്നും പൊതുസമൂഹത്തിന് അറിവുള്ള കാര്യമാണ്. സുറിയാനി ക്രൈസ്തവർ എന്ന പ്രയോഗം ആദ്യമായി കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരനായിരുന്ന മോയൻ എന്ന ചിന്തകൻ്റെ അഭിസംബോധനയോടുകൂടിയാണ്. അദ്ദേഹമാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പദം ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമായി വികാസം പ്രാപിച്ച ഒരു സമൂഹമാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭകളും അവരുടെ അവാന്തര സമൂഹങ്ങളുമൊക്കെ തന്നെ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ ഇന്നുള്ള ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ അനുവർത്തിച്ചു പോരുന്ന 10 കാര്യങ്ങൾ ഒരിക്കലും അവരുടെ ദൈവശാസ്ത്രത്തോടോ അവരുടെ ചരിത്രത്തോടോ പാരമ്പര്യത്തോടോ നീതി പുലർത്തുന്നവ അല്ല. അവ യഥോചിതം ഏതൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇവർ ഇന്ന് അനുഷ്ഠിച്ചു പോരുന്ന പർഗറ്ററി അഥവാ കുട്ടിനരകം എന്ന ഒരു വ്യവസ്ഥാവിശേഷം, അത് കത്തോലിക്കരുടെ പക്ഷത്തു നിന്ന് അടിച്ചേൽപ്പിച്ച ഒരു ആചാരമായിരുന്നു. പൂർവിക ഭാരതീയ സഭ ഇത്തരമൊരു ആചാരത്തെ പിൻപറ്റിയില്ല. അത് 1546 ട്രെൻഡ് സുന്നകദോസിൽ കൈക്കൊണ്ട തീരുമാനമാണ്. മരിച്ചുപോയ ഒരു മനുഷ്യൻ ജീവകാലത്ത് ചെയ്ത പ്രവൃത്തികൾക്കനുസൃതമായി ഒരു ശുദ്ധീകരണ സ്ഥലം എന്ന നിലയിൽ ഒരു കുട്ടിനരകത്തിൽ കൂടി കടന്ന് അഗ്നിശോധന വരുത്തി അദ്ദേഹം സ്വർഗപ്രാപ്തി കൈവരിക്കുന്നു എന്ന പഠിപ്പിക്കൽ. ആ പഠിപ്പിക്കൽ ഭാരതത്തിലെ മലങ്കര നസ്രാണികൾ സ്വീകരിച്ച് പോന്നത് കത്തോലിക്കരോടുള്ള ആ ബാന്ധവത്തിൽ നിന്നുമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പോർച്ചുഗീസുകാരായ ആളുകൾ വാസ്കോഡി ഗാമയുടെ ആഗമനത്തോടെ ഇവിടെ കൊണ്ടുവന്ന കാത്തോലിക വൽക്കരണത്തിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരബദ്ധമാണ് അത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ അത്തരം 10 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച അനന്തരം അതിൻ്റെ കാര്യകാരണങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം എന്നാഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, കത്തോലിക്ക സമൂഹം യാക്കോബായ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മലങ്കര ക്രൈസ്തവരെ അടിച്ചേൽപ്പിച്ച അടുത്ത കാര്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്ന ആശയമാണ്. ഇതും കാതോലിക വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ പുലർത്തിപ്പോന്നതാണ്. അതും അവർ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇതാണ് കേരളത്തിലെ മലങ്കര നസ്രാണികളുടെ മീതെ. മൂന്നാമത്തെ കാര്യം, പ്രതിമകളെ വണങ്ങുക അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ വണങ്ങുക. ഈ വിഗ്രഹാരാധന ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ ഔദ്യോഗികമായി സ്ഥാനം പിടിക്കുന്നത് AD 787 എന്നുകൂടി മനസ്സിലാക്കണം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, യാതൊരു വിഗ്രഹങ്ങളെയും രൂപങ്ങളെയും വണങ്ങരുത് എന്ന് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അവിടെ കൃത്യത കൂടി രേഖപ്പെടുത്തുകയാണ്. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഈ പരാമർശം ബഹുമാന്യനായ ഫാദർ ദാനിയേൽ പൂവന്നത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഉദ്ധരിച്ചിട്ട് ഒരു യുക്തിസഹജമായ ഒരു വസ്തുത പറയാൻ ശ്രമിക്കാറുണ്ട്. അതെന്താണ്? അദ്ദേഹം പറയുന്നു, ഒരു രൂപവും ഹോരേബിൽ വെച്ച് നിങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. അപ്പോൾ രൂപത്തെ കാണാഞ്ഞത് കൊണ്ടാണ് മോശ മുതലായ ആളുകൾ വിഗ്രഹത്തെ ഉണ്ടാക്കാഞ്ഞത് എന്ന് പറയുകയും അതേ ഘട്ടത്തിൽ തങ്ങൾ രൂപം കണ്ടു, അതുകൊണ്ട്
തങ്ങളിതുണ്ടാക്കും എന്ന് പറയുന്ന ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു. ദൈവശാസ്ത്രപരമായും കത്തോലിക്ക വിശ്വാസപ്രകാരവും അദ്ദേഹം പറഞ്ഞത് തെറ്റ് തന്നെയാണ്. കാരണം കത്തോലിക്കൻ്റെ വിശ്വാസം അനുസരിച്ച് അവരുണ്ടാക്കുന്നത് പ്രതിമ എന്ന് പറയുന്നത് വിഗ്രഹമല്ല, മറിച്ച് ഐക്കണുകളാണെന്നും അതേ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 787 അവരിങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളും തന്നെ. 726 ലിയോ തേർഡിൻ്റെ കാലത്ത് വിഗ്രഹാരാധന അതുവരെ നിയമപരമല്ലാതെ ചെയ്തു വന്നതും ഒക്കെ തച്ചുടച്ചിട്ട് വിഗ്രഹത്തെ വന്ദിക്കാനേ പാടില്ല എന്നെടുത്ത തീരുമാനമാണ് 787 സുന്നോദോസിൽ വെച്ച് 7ാം സാർവത്രിക സുന്നോദോസ് നിക്കായിൽ സമ്മേളിച്ചുകൊണ്ട് അന്നാണ് ആരാധനയുടെ ഭാഗമാക്കി മാറ്റുന്നത്. ചുരുക്കത്തിൽ തികച്ചും അക്രൈസ്തവമായ ജാതീയമായ ഈ പ്രവണത മലങ്കര ക്രൈസ്തവർക്കുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ സഭാ കെട്ടിടങ്ങൾക്ക് മീതെ പള്ളികൾക്ക് മീതെ ഒരു കുരിശിൻ്റെ രൂപം മാത്രം വെക്കുന്ന പതിവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുതരം രൂപങ്ങളെയും നമിക്കാത്ത മലങ്കര ക്രൈസ്തവരെ കൊണ്ട് ഈ വിഗ്രഹാരാധന ചെയ്യിക്കാൻ ശ്രമിച്ചത്, അത് വിജയിപ്പിച്ചത് കത്തോലിക്കരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ നാലാമതായി കാണുന്നത് കത്തോലിക്കർ ആചരിച്ചു പോരുന്ന കുർബാന എന്ന സംവിധാനമുണ്ട്. ഈ കുർബാന ഒരിക്കലും യേശു സ്ഥാപിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ ശ്ലീഹ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമേ ആയിരുന്നില്ല. അവിടെ നടന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ കൂടി വന്നു, പ്രാർത്ഥന കഴിച്ചു, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു പോരുന്ന യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നിർവഹിച്ചു വന്നത്. അത് സഭയ്ക്ക് ഏൽപ്പിച്ചെങ്കിലും പിൽക്കാല കത്തോലിക്ക സമൂഹം അതിനെ മാറ്റിമറിച്ചത് വസ്തുമാറ്റ സിദ്ധാന്തം എന്ന പേരുള്ള ഒരബദ്ധത്തിനാലാണ്. വസ്തുമാറ്റ സിദ്ധാന്തം അനുസരിച്ച് ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാർമ്മികൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും ഈ വീഞ്ഞുകൾ അത് അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാകുമെന്നും ആ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാകുമെന്നും അവർ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കൽ വേദവിപരീതമാണ്, ശ്ലീഹ പഠനങ്ങൾക്ക് വിപരീതമാണ്. മാത്രമല്ല അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന അപ്പം എന്ന് പറയുന്നത് പത്തീറ എന്ന പേരുള്ള പുളിപ്പില്ലാത്ത അപ്പമാണ്. എന്നാൽ യാക്കോബായ സഭകൾ ഇവിടെ അതിനുവേണ്ടി ഉപയോഗിച്ചു വന്നത് ഹമ്മീറ എന്ന പേരിൽ പുളിപ്പുള്ള അപ്പമായിരുന്നു. പിൽക്കാലത്ത് ഇതിലേതു വേണം എന്നറിയാത്ത ഒരു ചിന്താക്കുഴപ്പം ഈ ആചാര രീതിയിലും യാക്കോബയ ഓർത്തഡോക്സ്, അതായത് മലങ്കര ക്രൈസ്തവർക്ക്, സുറിയാനി ക്രൈസ്തവർക്കിടയിൽ സംഭവിച്ചു എന്ന വസ്തുത അറിയാതിരിക്കരുത്. അഞ്ചാമതായിട്ട് കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും മലങ്കര ക്രൈസ്തവർക്ക് അന്യമായിരുന്നു. അതും 5ാമത്തെ അബദ്ധമായി അവരിൽ അടിച്ചേൽപ്പിച്ചതാണ്. ഇത് അത് ഉദയംപേരൂർ സുന്നോദോസിന് ശേഷമാണ് ഇവയൊക്കെ വരുന്നത്. ഞാൻ അതും യഥോചിതം പറയാം. അങ്ങനെ 5ാമത്തെ അബദ്ധം കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയും അമലോത്ഭവയാണ് കന്യാമറിയമെന്നും അവർ സ്വർഗാരോപണം ചെയ്യപ്പെട്ടുവെന്നും ഒക്കെയുള്ള തെറ്റായ കഥകളിൽ അഭിരമിക്കുന്ന ഒരു ചരിത്രം, അതിൻ്റെ തെറ്റായ ദൈവശാസ്ത്രം, അത് ഈ കാത്തലിക്സ് കൃത്യതയോടുകൂടി തന്നെ മലങ്കര ക്രൈസ്തവരുടെ മീതെ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അടുത്ത ഒരു കാര്യം മുൻ ഒപ്രസ്യുമ അഥവാ സ്ഥിരീകരണം, കൺഫർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥൈര്യ ലേപനമാണ്. ഈ സ്ഥൈര്യലേപനവും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദൈവശാസ്ത്ര പ്രശ്നമാണ്. ഇതും മലങ്കര ക്രൈസ്തവർക്ക് അന്യമായിരുന്നു. അത് അടിച്ചേൽപ്പിച്ചതും കാത്തലിക്സാണ്. ഇനി ഈ 7ാമത്തെ വിഷയം ഒടുക്കത്തെ ഒപ്രശുമ അഥവാ അന്ത്യകൂദാശ എന്ന നടപടിക്രമമാണ്. എത്രയോ അപ്പോസ്തലന്മാരും ആദിമകാല പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമൊക്കെ ദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും സ്വീകരിച്ചിട്ടില്ലാത്തതും പഠിപ്പിച്ചിട്ടില്ലാത്തതുമായ അന്ത്യകൂദാശ എന്ന ഈ ഏർപ്പാട് തുടങ്ങി വെച്ചതും കത്തോലിക്കരാണ്. അതും കേരള ക്രൈസ്തവ സഭയെ അടിച്ചേൽപ്പിക്കുവാൻ അവർ തയ്യാറായി. ഈ 8ാമതായിട്ട് പട്ടക്കാരോടുള്ള പ്രാർത്ഥന അഥവാ കുംഭസാരം എന്ന ഏർപ്പാട് സഭയിൽ അടിച്ചേൽപ്പിച്ചതും ഈ കത്തോലിക്ക ബാന്ധവത്തോടു കൂടിയാണ്. അങ്ങനെ കൗൺസിലിംഗ് എന്ന നിലയിൽ മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളും അവൻ്റെ തെറ്റും ഒക്കെ തുറന്നു പറഞ്ഞ് ആശ്വാസം ലഭിക്കാൻ വേണ്ടി എന്ന ശാസ്ത്രീയമായ ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഈ പട്ടക്കാരോടുള്ള ആ കുംഭസാരം എന്ന ആശയം പിൽക്കാലത്ത് എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെട്ടെന്നും അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാലം പോയതുമൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടു. ഇത്തരത്തിലുള്ള വൃത്തിഹീനതകൾ അത് അടിച്ചേൽപ്പിച്ചത് തീർച്ചയായിട്ടും കത്തോലിക്കരോടുള്ള ബാന്ധവ നിമിത്തം മലങ്കര ക്രൈസ്തവർക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒരബദ്ധമാണ് എന്ന കാര്യം നമ്മൾ അറിയാതിരിക്കരുത്. 9ാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മലങ്കര സഭ ഒരു തീരുമാനമെടുക്കുമ്പോഴൊക്കെ എപ്പോഴും അൽമായരായ ആളുകളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അൽമായ പ്രതിനിധികൾ
ധാരാളമുണ്ടാകുന്ന ഒരു പൊതു സുന്നഹദോസ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം മലങ്കര ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഈ മേലധികാരി അങ്ങനൊരു സങ്കല്പമില്ല. ഒരധ്യക്ഷനുണ്ടാകും, അധ്യക്ഷനെ അവർ ബഹുമാനിക്കും. അപ്പോൾ തന്നെ ജനാധിപത്യപരമായ ഒരു സ്വഭാവത്തെ കൂടി അവർ അംഗീകരിച്ചിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അവർ പാത്രിയാർക്കീസിൻ്റെയോ അതല്ലെങ്കിൽ അന്ത്യോക്യൻ ബാന്ധവമോ പേർഷ്യൻ യിൽ നിന്നൊക്കെ ഉള്ള ഒരു മെത്രാനോ പാത്രിയാർക്കീസോ ഒക്കെ ഇവിടെ വരണം എന്നാഗ്രഹിച്ചത് പോലും ഓർഡിനേഷനോട് ബന്ധപ്പെട്ട് മാത്രമാണ്. സഭയുടെ സ്വയംഭരണാവകാശത്തിലും ഒക്കെ വിശ്വസിച്ചു പോന്നിരുന്ന ആ സമൂഹം ഈ വിധത്തിൽ ഹൈറാർക്കൽ ഒരു സിസ്റ്റത്തിലേക്ക് വഴിമാറിയത് കത്തോലിക്കരോടുള്ള ബാന്ധവം കൊണ്ടാണ്. അങ്ങനെ കാലക്രമേണ അൽമേനി എന്നതും പുരോഹിതൻ എന്നതുമായ രണ്ട് വ്യവസ്ഥകൾ ഉരുത്തിരിഞ്ഞു. അൽമായർ എന്ന് പറയുന്ന ആ പദം, അൽമായ ആ പദം തന്നെ ലോകം എന്ന ഒരു സുറിയാനി പദത്തിൻ്റെ പദമാണെന്ന് നമുക്കറിയാം. ലോകം എന്നർത്ഥം വരുന്ന പദം. അപ്പോൾ സഭാവിശ്വാസികളെ കേവലം ലോകം എന്ന് കാണുന്ന വിധത്തിൽ, അതുപോലെ ലാറ്റിനിലേക്ക് എന്ന ലെയ്റ്റി, ലേമൻ എന്നൊക്കെ ഒരു അർത്ഥത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് ലോകപ്രകാരമുള്ള എന്ന വിപരീത അർത്ഥം വരുന്ന ഒരു പദം കൊണ്ട് സഭാഗാത്രത്തെ വിഭജിച്ച ആ നടപടിക്രമം അവർ ചുമക്കേണ്ടി വന്ന മറ്റൊരു അബദ്ധമാണ്. ഈ അബദ്ധ പഠനവും കത്തോലിക്കരെ, യാക്കോബക്കാരെ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരെ അടിച്ചേൽപ്പിച്ച ഒരു ശിക്ഷയായിരുന്നു. പത്താമതായിട്ട് ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധി ഇന്നത്തെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ നേരിടുകയാണ്. അത് നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ ഉണ്ട്. എന്താണത്? പലപ്പോഴും ഇവിടെയുള്ള ക്രൈസ്തവർ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെട്ടത് തോമാസ് ലീഹയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ശരിയെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മർത്തോമായുടെ പേരിൽ ഒരു സഭ തന്നെ പിൽക്കാലത്ത് യാക്കോബാ സഭയിൽ നിന്ന് നവീകരിക്കപ്പെട്ടുണ്ടായത് നമുക്കറിയാം. ഏബ്രഹാം മൽപ്പാൻ്റെയൊക്കെ കാലത്തുള്ള സഭാ നവീകരണ പ്രവർത്തനങ്ങൾ അറിയാം. അന്ന് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് ഒരു പ്രതിസന്ധി നേരിടുന്നു. കാരണം സെയിൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ അനിവാര്യമായ തെളിവുകൾ ഒന്നും നമ്മുടെ മുമ്പിലില്ല. കാരണം 1-ാം നൂറ്റാണ്ടിലാണ് വന്നതെങ്കിൽ ആദ്യ ചരിത്രകാരനായ ലൂക്കോസിൻ്റെ പരാമർശങ്ങളിൽ എവിടെങ്കിലും ഇത് ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നീട് കാണുന്നത് പിൽക്കാലത്ത് വന്ന 3-4 നൂറ്റാണ്ടുകളിലെ ചിന്തകന്മാരുടെ എഴുത്തുകളിൽ നിന്നൊക്കെ കിട്ടിയ വളരെ ചെറിയ അറിവുകൾ മാത്രമാണ്. ഇത് ഇന്ന് ഏറെ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ശരിതെറ്റുകളൊന്നും നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാകുന്നു, ഒരു 2-ാം നൂറ്റാണ്ടിലോ ഒടുവിലോ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ ശക്തമായ സഭാ സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും മാത്രമല്ല 1-ാം നിക്കാ സുന്നോദോസ് AD 325 ബിഥൂന്യയിൽ നടക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്നും ജോൺ എന്നു പേരായ ഒരു പ്രതിനിധി ആ നിക്കാ കൗൺസിലിൽ സമ്മേളിച്ചതായിട്ടും ചരിത്ര രേഖകളിൽ കാണുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സഭയുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സഭയ്ക്ക് തോമസിൻ്റെ പാരമ്പര്യമാണ് എന്ന് ചിന്തിച്ചു വശായ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോന്ന മലങ്കര സഭ നേരിട്ട ഒരു ക്വസ്റ്റ്യൻ, ഈ തോമസിനെ പത്രോസ് ഒരിക്കലും അഭിഷേകം ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഓർഡിനേഷൻ അഥവാ കൈവപ്പ് നൽകിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തങ്ങളുടെ കൈവപ്പ്, പത്രോസിൻ്റെ സിംഹാസനം റോമിലായതുകൊണ്ട് അത്തരമൊരു കൈവപ്പ് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കർശന നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശത്തോട് യോജിപ്പില്ലാത്ത യാക്കോബായ സഭ അല്ലെങ്കിൽ അന്നത്തെ സുറിയാനി ക്രൈസ്തവ സഭ മാറി നിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ കേരളീയരായിട്ടുള്ള ചില ആളുകളെ, മലയാളികളായ ചില ആളുകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോഴും അകത്തുനിന്ന് ഉയർന്ന പ്രധാന പ്രശ്നം നിങ്ങൾക്കൊരു കൈവപ്പില്ല. ഈ കൈവപ്പിന് വേണ്ടി ഇന്നവർ ശ്രമിക്കുന്നതും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും തങ്ങൾക്ക് അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലാണ് തങ്ങൾ എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ അന്ത്യോക്യയിലെ സഭ പത്രോസ് സ്ഥാപിച്ചതാണെന്നോ ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല, ആദ്യം ക്രൈസ്തവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായ അന്ത്യോക്യ സഭയെക്കുറിച്ചുള്ള അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലെ പരാമർശത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസുണ്ട്, നീഗർ എന്നു പേരുള്ള ശിമോനുണ്ട്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ മനായേനുണ്ട്, ശൗൽ തുടങ്ങിയ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ഈ പരാമർശങ്ങളിലെങ്ങും പത്രോസിനെ കാണുന്നില്ല. ചുരുക്കത്തിൽ പത്രോസ് അന്ത്യോക്യയിൽ ഒരു സിംഹാസനം സ്ഥാപിച്ചു എന്ന വാദവും തെറ്റായി പോകുന്നു. പത്രോസിൻ്റെ കൈവപ്പാണ് തങ്ങൾക്കുള്ളത് എന്ന് പറയണമെങ്കിൽ അതുവരെയുള്ള മർത്തോമയുടെ പാരമ്പര്യം അല്ലെങ്കിൽ തോമാസ് ലീഗയുടെ പാരമ്പര്യത്തെ അവർ തള്ളിക്കളയാൻ കൂടി തയ്യാറാകുന്നു. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം പേർഷ്യൻ ബന്ധമാണ്. ഈ പേർഷ്യൻ ബന്ധം ആരോപിച്ചുകൊണ്ട് തങ്ങൾക്ക് പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാന്മാരും അവിടെ നിന്ന് നയിക്കപ്പെട്ട സഭാ നേതൃത്വമൊക്കെയാണ് തങ്ങൾ കോർഡിനേഷൻ തന്നത് എന്ന് പറയപ്പെടുമ്പോൾ നെസ്റ്റോറിയൻ ബന്ധം കൂടി അവരുടെ മീതെ ആരോപിച്ചുകൊണ്ട് ഇടത്തൂട്ടുകാർ എന്ന് അവരെ പരാമർശിച്ച് ധാരാളം യാക്കോബക്കാരെ, മലങ്കര ക്രൈസ്തവരെ തങ്ങളിലേക്ക് തിരികെ ചേർത്തുകൊണ്ട് അവർ ആ സ്ഥിതിവിശേഷത്തെ ആകെ മാറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇവിടെ ആത്മാഭിമാനികളായ
കേരള ക്രൈസ്തവരിലെ സുറിയാനി ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചുമക്കുന്ന ഈ 10 നുഖങ്ങളെയും കുടഞ്ഞു കളയണം. ഒന്ന്, കൃത്യമായി പറഞ്ഞാൽ പർഗറ്ററി എന്ന പഠനം സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതല്ല. അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ സ്ലീഹന്മാരുടെ അധ്യയനങ്ങളിൽ വന്നിട്ടില്ല. യേശു ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല. നരകത്തിനും സ്വർഗത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ആ പീഡന സ്ഥലത്തിട്ട് മനുഷ്യനെ അങ്ങനെ ദഹിപ്പിച്ച് ഇവിടെ വച്ച് ഏതെങ്കിലും വിധത്തിൽ ചെയ്തു പോയ പാപകർമ്മങ്ങളെ അങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കൽ യേശുവിൻ്റെ ക്രൂശിലെ രക്ഷാകരണ പ്രവർത്തനത്തെ ചെറുതായി കാണുകയാണ്. ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. അവിടുന്നാണ് നമ്മുടെ പാപത്തിൻ്റെ പരിണിതഫലമായി ക്രൂശിക്കപ്പെട്ടത് എന്ന ക്രൈസ്തവ രക്ഷാസിദ്ധാന്തത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാത്താനി ശ്രമമാണ് പർഗറ്ററി അഥവാ കുട്ടിനരകം എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ആ നുഖം കുടഞ്ഞു കളയണം. അടുത്തതായിട്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കർമ്മങ്ങളും ബൈബിളിൽ കാണുന്നില്ല. ശവം സംസ്കരിക്കുക എന്നതിനപ്പുറത്ത് അവരോട് ബന്ധപ്പെട്ട് നടത്തുന്ന ഇതര ആചാരങ്ങളെല്ലാം ദുരാചാരങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട്, മൂന്നാമത്തെ കാര്യം പ്രതിമകളുടെ വണക്കമാണ്. ഏതെങ്കിലും രൂപത്തിലെ പ്രതിമകൾ, ഫോട്ടോകൾ, ഐക്കണുകൾ അവ വണങ്ങുന്നതും അത്തരം മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നതും ഒരിക്കലും സ്ലീഹന്മാരുടെ പാരമ്പര്യങ്ങളിൽ ഒതുങ്ങിയിരുന്ന ഒരു കാര്യമല്ല. 1 തിമോഥെയോസ് 2:5 പറയുകയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥൻ ഒരുവനാണ്. അനേകർക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെയാണ് നമ്മുടെ എല്ലാം മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കെ പ്രതിമകളെ വെച്ച് വണങ്ങുന്നത് ഹീനമായ പാപമാണ്. കൃത്യമായി തന്നെ ആവർത്തന പുസ്തകം 4:15-16 വാക്യങ്ങൾ എല്ലാ വേദപുസ്തക ചിന്തകളിലും കർശനമായി തന്നെ പ്രതിമകളുടെ വണക്കത്തെ ബൈബിൾ എതിർക്കുന്നു. അതിന് സാധൂകരണമായി പറയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. എന്താണത് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താം. അത് കൃത്യതയോടുകൂടി തന്നെ ഓർമ്മപ്പെടുത്തിയാൽ ഈ തിരുവെഴുത്തിൽ ഏറ്റവും യേശു പഴയ നിയമത്തിലുമൊക്കെ തന്നെ ദൈവം വെറുക്കുന്ന ഹീനപാപങ്ങളുടെ പട്ടികയിൽ അത് പെടുത്തിയിട്ടുണ്ട് വിഗ്രഹാരാധന. വിഗ്രഹാരാധനയെ ഒരുതരം വ്യഭിചാരത്തോടാണ് ബൈബിൾ ഉപമിച്ചിട്ടുള്ളത്. കാന്തനായ നമ്മുടെ നാഥനായ രക്ഷകനായ ദൈവത്തെ ദൈവം നിലനിൽക്കെ തന്നെ ഒരു വിഗ്രഹത്തിന് മഹത്വമർപ്പിക്കുക, അതിന് ഐക്കണുകൾ എന്നൊക്കെയുള്ള വ്യാജേന പരാമർശങ്ങൾ നടത്താറുണ്ട്. അവയും തെറ്റാണ്. പ്രതിമാവണക്കം പാപമാണ്. അത് മലങ്കര സഭയ്ക്കും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിനും യേശുവിൻ്റെ അധ്യയനത്തിനും തീരെ വിരുദ്ധമായ ജാതീയ ദുരാചാരമാണ്. അടുത്തതായിട്ട്, വസ്തുമാറ്റ സിദ്ധാന്തം എന്ന പേരിൽ കത്തോലിക്കർ നടത്തുന്ന ആ കുർബാനയുടെ ആചരണ രീതി അങ്ങേയറ്റം ഭോഷ്കാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മീതെ അടിച്ചേൽപ്പിച്ചു. നിങ്ങൾ വചനത്തിൻ്റെ കൃത്യതയാർന്ന അറിവിലേക്കും അതിൻ്റെ കൃത്യതയാർന്ന നിലപാടിലേക്കും വരുവാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട്, കന്യാമറിയമിനോടുള്ള പ്രാർത്ഥനയാണ്. മറിയം ഒരിക്കലും നിത്യകന്യകയായോ നിത്യമാതാവായിട്ടോ നിലകൊള്ളുന്നില്ല. മനുഷ്യനായ ക്രിസ്തു യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു. ആ അർത്ഥത്തിലാണ് മറിയെ കാണേണ്ടത്. യാക്കോബായ സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലിലൊക്കെ അതിൽ വ്യക്തതയുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ അജഗണങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. അവരുടെ ഉള്ളിലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് കത്തോലിക്കൻ അടിച്ചേൽപ്പിച്ച ദൈവമാതാവ് എന്ന ഈ സങ്കല്പമാണ്. ഒരിക്കലും തെളിയിക്കാനാവാത്ത, വേദപുസ്തകപരമായോ ചരിത്രപരമായോ തെളിയിക്കാനാവാത്ത വെറും കച്ചവട ലക്ഷ്യത്തോടു കൂടെയുള്ള ഒരു പഠനമാണ് മേരിയോളജി. മറ്റൊന്നുകൂടി, മേരിയോളജി എന്ന കപടശാസ്ത്രമില്ലെങ്കിൽ കാത്തലിസിസം തകരും. അതിൻ്റെ നിലനിൽപ്പ് മുഴുവൻ മേരിയോളജിയിലാണ്. അതുകൂടി മനസ്സിലാക്കുക. 6ാമതായിട്ട് ഒപ്രശുമ. 7ാമതായിട്ട് അന്ത്യകൂദാശ. അവ സ്ഥിരീകരണവും അന്ത്യകൂദാശയും അവ രണ്ടും തെറ്റായ പഠിപ്പിക്കലാണ്. പട്ടക്കാരോടുള്ള കുമ്പസാരം എന്ന 8ാമത്തെ വിഷയവും തെറ്റായ പഠിപ്പിക്കലാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ പുരോഹിതന്മാർ എത്രയോ അവരിൽ നല്ല മനുഷ്യരും അതിൽ മാന്യത പുലർത്തുന്നവരും ഭൂരിപക്ഷമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഇതല്ല ശരിയായ പഠിപ്പിക്കൽ. യേശുവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ പഠിപ്പിക്കലുകളിൽ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഉണ്ടായിട്ടേയില്ല എന്ന സത്യം മനസ്സിലാക്കണം. അടുത്തതായിട്ട്, ഇവിടെയുള്ള എല്ലാ തീരുമാനങ്ങളും ജാതിക്ക് കർത്തവ്യൻ എന്നറിയപ്പെട്ട ഒരാളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം മറ്റ് മേൽഘടകങ്ങളെ ബന്ധപ്പെട്ടിരുന്ന യാക്കോബായ മലങ്കര സഭകൾ കൃത്യതയാർന്ന ഹൈറാർക്കി എന്ന സിസ്റ്റത്തിലേക്ക് കടന്നുപോയി അധപ്പതിക്കാൻ കാരണം തീർച്ചയായിട്ടും 9ാമതായി വന്ന അൽമേനി തിരുമേനി എന്ന നിലയിലുള്ള ഈ വ്യതിയാനതയുടെ ഭാഗമാണ്. ഏറ്റവും ഒടുവിൽ വ്യർത്ഥ പാരമ്പര്യങ്ങളുടെ പിന്നാലെ പത്രോസ് സ്ഥാപിച്ച സിംഹാസനം അന്ത്യോക്യയിലാണെന്നും റോമിലാണെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, സ്വന്തം ഒരു കുരണ്ടിപ്പലയോ കസേരയോ പോലുമില്ലാതെ ത്യാഗസന്നദ്ധനായി യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ കർമ്മധീരനായിരുന്നു പത്രോസ്. ആ സത്യം അങ്ങനെ ഗ്രഹിക്കല്ലേ വേണ്ടത്. ആ സത്യം മനസ്സിലാക്കിയിട്ട് പത്രോസിന് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് കൃത്യതയോടെ പറഞ്ഞ വളരെ ലാളിത്യത്തിൻ്റെ ജീവിതം നയിച്ച ആ ബഹുമാന്യ ദൈവദാസൻ സിംഹാസനം സ്ഥാപിച്ചെന്നും
ഒക്കെ പറഞ്ഞുകൊണ്ട് തോമാശ്രീയുടെ പാരമ്പര്യം തള്ളാനാകുമോ, പത്രോസിൻ്റെ ഓർഡിനേഷൻ അംഗീകരിക്കാനാകുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്താക്കുഴപ്പമാണ് പത്താമതായി സംഭവിച്ചതെങ്കിൽ വെള്ളി പൊന്നെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ നിർദോഷരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഏതൊരു ദൈവവൈതലും രാജകീയ പുരോഹിത വർഗമാകുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ വരുവാൻ തയ്യാറാവുക. ഞാനിത് എൻ്റെ ബഹുമാനപ്പെട്ട സുറിയാനി ക്രൈസ്തവരെ, മലങ്കര ക്രൈസ്തവരെ ഏതെങ്കിലും വിധത്തിൽ അപഹസിക്കാൻ പറഞ്ഞതല്ല. ഇവ പണ്ഡിതന്മാരായ നിങ്ങളുടെ ആളുകൾക്ക് ബോധ്യമുള്ള വസ്തുത തന്നെയാണ്. പക്ഷേ ഇത് ഒരു സാഹചര്യത്തിന് വശംവദരായിട്ട് നിങ്ങൾ ചെന്നുപെട്ട ഒരു ചതിക്കുഴിയാണ് എന്ന സത്യം സകല ചരിത്രകാരന്മാർക്കും അറിയാം, സഭാചരിത്രകാരന്മാർക്കും അറിവുള്ള വസ്തുതയാണ്. ഞാനതിൻ്റെ വസ്തുതകളിലേക്ക് ഒന്ന് കടന്നു വരാം. 1498 വാസ്കോ ദി ഗാമ കോഴിക്കോട് വന്നു എന്നാണ് ഒരു ചരിത്രം. ആ ചരിത്രം പോലും MGS പോലെയുള്ള ചരിത്രകാരന്മാർ വളരെ ഖണ്ഡിതമായി തന്നെ തീർപ്പ് കൽപ്പിക്കും വിധം ഖണ്ഡിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എതിർത്തിട്ടുണ്ട്. അതിനി അങ്ങനെ ആയിക്കോട്ടെ. ഒരു കാര്യം ഉറപ്പ്, വാസ്കോ ഡി ഗാമ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നു. വാസ്കോ ഡി ഗാമ വരുന്നതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ പോർച്ചുഗീസ് ക്രിസ്ത്യാനിത്വവും ഇവിടെ നിലയുറപ്പിച്ചു. അതായത് കാത്തോലിസിസം ഇന്ത്യയിലേക്ക് വന്നു. നമ്മൾക്ക് ലഭ്യമായ അറിവനുസരിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ, കർമ്മലീത്ത, ജസ്യൂട്ട് മുതലായ സന്യാസ വിഭാഗങ്ങൾ ഇവിടെ ശക്തമായി തന്നെ അക്രമേണ നിലയുറപ്പിച്ച് കച്ചവടം മാത്രമല്ല ആത്മീയത കൂടി അവരുടെ മതം കൂടി ഇവിടെ പ്രചരിപ്പിക്കാൻ വളരെ ശ്രമം നടത്തി. ആ കാലഘട്ടത്തിൽ 1542 ഇവിടെ വന്ന ഫ്രാൻസിസ് സേവ്യറെക്കുറിച്ച് നമുക്കറിയാം. ഈ ഫ്രാൻസിസ് സേവ്യർ ഒരു നല്ല മനുഷ്യനും വിശുദ്ധനും ഒക്കെ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം വിശുദ്ധനായിട്ടൊക്കെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന ഒരു മാന്യദേഹം. അദ്ദേഹത്തിന് ജീവിതത്തിലെ ചില ഗുരുതര പുഴുക്കുത്തുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഐഡൽസ് ഉണ്ടാക്കുന്നവരെ കൊല്ലാൻ ഉത്തരവിട്ടു. ബിംബം ഉണ്ടാക്കുന്നവരെ. ഏത് ബിംബമാണ്? മറ്റ് ബിംബങ്ങൾ ഉണ്ടാക്കുന്നവരെ. ഈ കത്തോലിക്കൻ്റെ ബിംബം ഉണ്ടാക്കാം, അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ ഇതര ബിംബങ്ങൾ ഉണ്ടാക്കുന്നവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവിനെ ശട്ടം കെട്ടി എന്നുള്ളതാണ്, സമ്മതിപ്പിച്ചു എന്നുള്ളതാണ്, ബിംബത്തെ ഉണ്ടാക്കുന്നവരെ. രണ്ടാമതായിട്ട് അദ്ദേഹം ഗോവയാണ് അന്നത്തെ കത്തോലിക്കരുടെയും അതുവഴി ക്രിസ്ത്യാനിത്വത്തിൻ്റെയും പോർച്ചുഗീസുകാരുടെ കേന്ദ്രം. പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് നമ്മൾ ക്രമേണ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോർച്ചുഗീസ് രാജാവിനോട് ശട്ടം കെട്ടിയ അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവിടുന്ന് മലങ്കരയിലേക്കൊക്കെ അയക്കുന്ന ഗവർണർമാർ അവരുടെ ആളുകൾ തന്നെയാണ്. ഇവർ മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ അവരെ തുറുങ്കിലിടണം. അപ്പോൾ തുറുങ്കിലിടുക അവരെ കൊണ്ടുവന്നു. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ മസ്റ്റായിട്ട് കത്തോലിക്കരാക്കണം മറ്റുള്ളവരെ, ഇല്ലെങ്കിൽ അവരെ തുറുങ്കിലിടണം. രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യൻ ഒരു തീവ്രവാദിയായ മതമൗലികവാദിയായി ഇടപെടുന്ന ഇടപാടുകളാണ് അദ്ദേഹത്തിൻ്റെ രേഖകളിലൊക്കെ കാണുന്നത്. എനിക്കത് കടന്നു പറയാൻ നേരമില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് മതമൗലികവാദി, അതിനെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി രണ്ടെണ്ണം. ഒന്ന് അതിൻ്റെ ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഞാൻ പറഞ്ഞു, അദ്ദേഹം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരെ, അക്രൈസ്തവങ്ങളായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരെ, അല്ലെങ്കിൽ ഈ അകത്തോലിക്ക ബിംബങ്ങൾ ഉണ്ടാക്കുന്നവരെ കൊല്ലാൻ വേണ്ടി ശട്ടം കെട്ടി രാജാവിനെ സമ്മതിപ്പിച്ചു. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഗവർണർമാരായി മലങ്കരയിലേക്കൊക്കെ എത്തുന്ന ആളുകൾ മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് കണ്ടാൽ അവരെ തിരികെ വിളിച്ചിട്ട് തുറുങ്കിലിടണം. ഇത് പറഞ്ഞ ആളാണ് വിശുദ്ധനായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന ഫ്രാൻസിസ് സേവ്യർ 1542 എത്തുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനപരമായിട്ട് ധാരാളം സഭകൾ, ധാരാളം ആളുകൾ കത്തോലിക്കരായി. അത് പ്രധാനമായിട്ടും പരവർ, മുക്കുവർ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ കത്തോലിക്കരായി തീർന്നു. ഇന്ന് നമ്മൾ കാണുന്ന ലാറ്റിൻ കത്തോലിക്സ് എന്നറിയപ്പെടുന്ന സമൂഹം പ്രധാനമായിട്ടും അങ്ങനെ മുമ്പോട്ട് വന്ന ആളുകളാണ്. സാധാരണക്കാരായ ആളുകളോട് ഇടപഴകിക്കൊണ്ട് അവരെ അദ്ദേഹം ബോധവൽക്കരിച്ച് മതം മാറ്റി, എന്തുമാകട്ടെ. എന്നാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ റോബർട്ട് ഡീനോബിലി എന്നു പേരായ ഒരു മഹാൻ്റെ രംഗപ്രവേശമാണ്. റോബർട്ട് ഡീനോബിലി 1605 വരുന്നത്. 1605 ഈ ഡീനോബിലി വന്നിട്ട് മുമ്പ് കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം 1605 വരുന്നു, 505 വരുന്നു. അദ്ദേഹം വന്നിട്ട് ബ്രാഹ്മൺസിനെയാണ് കൺവെർട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം അതിന് പേരിട്ടു ഭാരതവൽക്കരണം. പിൽക്കാല ചരിത്രം പേരിട്ടാണ് ഭാരതവൽക്കരണം. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ഒന്നും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അയിത്ത ജാതിക്കാരുടെ അയിത്തം നിലനിർത്തിക്കൊണ്ട് ബ്രാഹ്മൺസിന് തത്തുല്യമായിട്ടുള്ള പദവിയിലും രീതിയിലും അദ്ദേഹം ജീവിക്കുക. അപ്പോൾ ചന്ദനം പൂശുക, പൂണൂലിടുക, അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് ഒരു താന് വത്തിക്കാനിൽ വലിയ രാജാവായിരുന്നെന്നും അവിടുന്ന് വന്ന ഒരു ആളാണെന്നും ഒക്കെ ഉള്ള നിലയിൽ ഒരു ആഢ്യബോധം ഉള്ള തരത്തിലെ
പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തത്. ഹൈ ക്ലാസ്സിനെ മാത്രം നേടുന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എന്നാൽ പറയത്തക്ക വിധത്തിൽ ബ്രാഹ്മണസിനെ ഒന്നും കാര്യമായി അദ്ദേഹത്തിന് ആകർഷിക്കാനും കഴിഞ്ഞില്ല എന്നൊരു സത്യം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. ഇനി ഇതൊക്കെയാണ് അവരുടെ ചരിത്രമെങ്കിൽ ഇവർ പിൽക്കാലത്ത് മലങ്കരയിലെ ക്രൈസ്തവരെ റോമവൽക്കരിക്കാൻ ശ്രമിച്ചു, വല്ലാതെ ശ്രമിച്ചു. അതിന് 3 ശ്രമങ്ങൾ, 3 രീതി, 3 ഘട്ടം ഞാനതിന് കാണുകയാണ്. ഒന്നാമതായിട്ട് 1541 അവരൊരു സെമിനാരി സ്ഥാപിച്ചു. വിൻസെൻ്റ് ലാഗോസ് എന്നു പേരായ ഫാദറാണ് ആദ്യമായി 1541 ഒരു സെമിനാരി തുടങ്ങിയത്. അപ്പോൾ ഈ സെമിനാരിയിൽ അദ്ദേഹം മലങ്കര സഭയിൽ നിന്നുള്ള, അതായത് കേരളീയരായ ആളുകളെ, ചെറുപ്പക്കാരെ കൊണ്ട് പഠിപ്പിച്ച മുഴുവൻ തിയോളജി മുഴുവൻ കത്തോലിക്കരുടെ ദൈവശാസ്ത്രമാണ്. അന്ന് മലങ്കര സഭയുടെ മേലധ്യക്ഷൻ മാർ യാക്കോബാണ്. മാർ യാക്കോബിൻ്റെ കീഴിലാണ് അന്നത്തെ സഭ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പഠിപ്പിച്ചു, മുഴുവൻ ലാറ്റിനും കാര്യങ്ങളും പഠിപ്പിച്ചു. അച്ഛന്മാരുടെ വേഷമെല്ലാം ആ വിധത്തിലാക്കി. ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ നേരെ മാർ യാക്കോബിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കുകയില്ലെന്ന് മാത്രമല്ല പട്ടം കൊടുത്തില്ല. അങ്ങനെ ആ സെമിനാരി പഠിച്ചവർക്ക് പട്ടം കൊടുക്കാതെ വന്നപ്പോൾ പ്രശ്നങ്ങൾ ശക്തമായി. ഒടുവിൽ ഇത് അങ്ങനെ പരാജയപ്പെട്ടുപോയി. ആ സെമിനാരി വഴി ആളുകളെ മാറ്റിയെടുക്കാമെന്നുള്ള ശ്രമം പാളിപ്പോയി. അപ്പോൾ പാളിപ്പോയൊരു ശ്രമമായിട്ടാണ് അത് അവിടെ ഇരിക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടം മാർ യാക്കോബ് മരിക്കുന്നു. മാർ യാക്കോബ് മരിക്കുമ്പോഴേക്കും ഇവിടേക്ക് 1551 ഇറാഖിൽ നിന്ന് വന്ന മാർ ഔസേഫ് മെത്രാൻ്റെ ഒരു ചരിത്രം വളരെ വേദനാജനകമാണ്. അപ്പോൾ മാർ അബ്രഹാമിൻ്റെ കാലം പിന്നെ വരികയാണ്. മാർ യോസേഫ് മെത്രാൻ വരുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു സംഭവം പറയാം. മാർ യോസേഫാണ്. മാർ യോസേഫ് വരുന്നു. അദ്ദേഹം നേരെ വന്നിട്ട് വരുന്ന വഴിക്ക് എന്നെ പിടിച്ചു. മാർ യോസേഫിനെ പിടിച്ചു. മാർ യോസേഫ് എന്ന് പറയുന്ന ആൾ ബാബിലോണിലെ ഒരു ചെറിയ പിളർപ്പ് സഭയ്ക്കുണ്ടായപ്പോൾ ഒരു പക്ഷം പോപ്പിൻ്റെ കൂടെ നിന്നു, ഒരു പക്ഷം പോപ്പിനെതിരെ നിൽക്കുന്നു. അപ്പോൾ പോപ്പിനോട് കൂറു പുലർത്തുന്ന വിങ്ങിൽപ്പെട്ട ആളായിരുന്നു മാർ യോസേഫ്. പക്ഷേ ഉള്ളിൽ അങ്ങനൊന്നുമില്ല, നിലനിൽപ്പിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് തന്നെ പോർച്ചുഗീസുകാർ പിടിച്ചുകൊണ്ട് തടവിലാക്കുകയാണ്. 18 മാസം ഈ തടവിൽ ആക്കിയ ശേഷം ഈ വെറുതെ തടവിലിട്ടിരിക്കുകയല്ല, 18 മാസം അദ്ദേഹത്തെ കത്തോലിക്ക തിയോളജി പഠിപ്പിക്കുക, കത്തോലിക്ക ശൈലി മുഴുവൻ പഠിപ്പിക്കുക. 18 മാസം. നമ്മൾ കേട്ടിട്ടുണ്ട് പോപ്പിനെ കുർബാന പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു തമാശ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ മെത്രാനെ കുർബാന പഠിപ്പിച്ചു വരും, മെത്രാനെ കത്തോലിക്കനാക്കാൻ, യാക്കോബായ മെത്രാനെ ഇവർ പഠിപ്പിക്കാൻ 18 മാസം ചിലവഴിച്ച് കഴിഞ്ഞ് മലങ്കരയിലേക്ക് വിട്ടെങ്കിലും ഇവർക്ക് പെട്ടെന്നൊരു ഡൗട്ട് അടിച്ചു. ഇദ്ദേഹത്തിന് പോപ്പിനോട് കൂറുണ്ടോ എന്നൊരു സംശയം വന്നിട്ട് 18 മാസത്തെ ഇവിടുത്തെ ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടേക്ക് നിലനിർത്താൻ ഇഷ്ടപ്പെടാതെ തിരിച്ചയച്ചു. അപ്പോൾ അതോടെ ഘട്ടം 1 തിരിയുക. ഘട്ടം 2 എന്ന് പറയുന്നത് മാർ അബ്രഹാമിൻ്റെ കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ പോപ്പിനെ എതിർക്കുന്ന, ഞാൻ പറഞ്ഞ പോപ്പിനെ അനുകൂലിക്കുന്ന ഒരു കക്ഷിയാണ് നേരെ പോയിട്ട് വന്നതെങ്കിൽ ഇപ്പോൾ പോപ്പിനെ എതിർക്കുന്ന ഒരു വിങ്, ഒരു മെത്രാനെ ഇവിടേക്ക് വിട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് മാർ അബ്രഹാം. മലങ്കരയിലേക്ക് വിട്ടു. അദ്ദേഹം വരുന്ന വഴിക്ക് അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ പിടികൂടി, തടവിലാക്കി. ഈ തടവിൽ നിന്ന് എങ്ങനെയോ അദ്ദേഹം രക്ഷപ്പെട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം നേരെ ചെന്ന് വളരെ നാളുകൾ കൊണ്ട് ബുദ്ധിമുട്ടി പോപ്പിനെ കണ്ടിട്ട് പോപ്പിനോട് കൂറ് പ്രഖ്യാപിച്ച് ഒരു കത്തും കൊണ്ട് ഇങ്ങ് വന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ആ കത്തും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. പണ്ട് ഇവർ പിടിച്ച ആളാണ്, പക്ഷേ പോപ്പിൻ്റെ കത്ത് കണ്ടു, അദ്ദേഹത്തെ ഉറപ്പിച്ചു ഇവിടെ മലങ്കരയുടെ ആക്കാം. എന്നിട്ട് ഇദ്ദേഹത്തെ ജസ്യൂട്ടുകളുമായിട്ട് അദ്ദേഹം സഹകരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് 1577 ആകുമ്പോൾ 1541 ഒരു സെമിനാരി എങ്കിൽ 1577 മറ്റൊരു സെമിനാരി സ്ഥാപിച്ചു വൈപ്പിനിൽ. ഇപ്പോൾ ഈ സെമിനാരി സ്ഥാപിക്കുമ്പം മുമ്പ് കണ്ട അപാകതയൊന്നും ഇല്ല ഇപ്പോൾ ഈ സെമിനാരി. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ ആരാധന ഭാഷ സുറിയാനി ആയിരുന്നു. ആ സുറിയാനി ഭാഷ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് ശ്രമിച്ച സ്ഥിതിവിശേഷത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരേർപ്പാടാണ് പിൽക്കാലത്ത് കണ്ടത്. എങ്ങനെ സുറിയാനി ഭാഷ നിരാകരിച്ചുകൊണ്ട് ലത്തീൻ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് 1541 കണ്ടതെങ്കിൽ ഘടക വിപരീതമാണ്
1577 കണ്ടത്. എന്ത് ചെയ്യുന്നറിയണ്ടേ? സുറിയാനി തടസ്സപ്പെടുത്തുന്നില്ല, മറിച്ച് ഈ ഭാഷയിലേക്ക് ലത്തീൻ ആരാധനാക്രമങ്ങളെ മൊഴി മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ കത്തോലിക്ക സിദ്ധാന്തങ്ങൾ സുറിയാനി ഭാഷയിലാക്കിയിട്ട് അത് ഉപയോഗിക്കണം. അതിനകത്തൊരു വലിയ തമാശയുണ്ട്. ഇതാണൊരു ഭാഷ അറിയാതെ അത് ഉപയോഗിക്കുന്നതിലെ അപകടം എന്ന് പറഞ്ഞാൽ ഈ യാക്കോബായ സഹോദരങ്ങളൊക്കെ സുറിയാനി ഭാഷ പോയി കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അറിയാവുന്നൊരു വളരെ ചുരുക്കമാണ്, പുരോഹിതന്മാർ അറിഞ്ഞെങ്കിലേ ഉള്ളൂ. എന്നാൽ സെമിനാരിൽ ഇങ്ങനെ പഠിപ്പിച്ചാൽ ഇവരുടെ തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദ്യം ചെയ്യാൻ കഴിയുന്നവരാരുമില്ല. കാരണം ഭാഷ നന്നായിട്ട് മനസ്സിലാക്കണം. അതാ സ്ഥിതിവിശേഷം. അപ്പോൾ മാർ അബ്രഹാമിൻ്റെ കാലപത്തും ഇവിടേക്കും ഈ പ്രവണതകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് മാർ അബ്രഹാമിനോട് പറഞ്ഞു, ഇവിടെ പഠിച്ചിറങ്ങുന്നവരെ നിങ്ങൾ പുരോഹിതന്മാരാക്കണം. മാർ അബ്രഹാം അതിന് വഴങ്ങിയില്ല. മനസ്സിലാക്കണം, മാർ അബ്രഹാം വഴങ്ങിയില്ല. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 1585 ഒരു പൊതുയോഗം കൂടിയിട്ട് ഒരു അഡ്വൈസ് മുമ്പോട്ട് വെച്ചു. അത് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി കത്തോലിക്കനായിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് റോസ്, ഈ ഫ്രാൻസിസ് റോസ് ചരിത്രത്തിലെ ഒരു വലിയ കുഴുക്കുത്താണ്, അദ്ദേഹത്തെ പറ്റി പിന്നെ നമുക്ക് പറയാനുണ്ട്. ഈ ഫ്രാൻസിസ് റോസിനെ ഒരു ഉപദേശകനായിട്ട് വെച്ചു മാർ യാക്കോബിന്. അപ്പം മാർ അബ്രഹാമിന്. മാർ അബ്രഹാം എന്ന അന്നത്തെ യാക്കോബായ സഭ, ഞാൻ യാക്കോബായ എന്നോ ഓർത്തഡോക്സ് എന്നോ മലങ്കര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ഇന്ത്യയിലെ ഭാരതീയ ക്രൈസ്തവർ അവരുടെ നേതാവായിട്ടുള്ള അവർക്ക് വേണ്ടി വന്നിട്ടുള്ള ആ മെത്രാനെ അല്ലെങ്കിൽ ആ സഭാമേലധികാരിയെ ഉപദേശിക്കാൻ വേണ്ടി ഒരു കത്തോലിക്ക അച്ഛനെ വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയാളുടെ പേരായിരുന്നു ഫ്രാൻസിസ് റോസ്. അപ്പോൾ അന്ന് ഒരു തീരുമാനം കൈക്കൊണ്ടു. എന്തൊക്കെയാണെന്ന് അറിയണം, അദ്ദേഹത്തെ വെച്ചിട്ട് ലത്തീൻ ശൈലി ഭാഷ സുറിയാനിയിലാകണം, ലത്തീൻ ശൈലി സുറിയാനി ഭാഷയിൽ അവതരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ലത്തീൻ ആയിരിക്കണം, അല്ലെങ്കിൽ റോമക്കാർ പഠിപ്പിച്ചു പോരുന്ന കാര്യങ്ങൾ കാത്തലിക് തിയോളജിയും സംസ്കാരവും രീതിയും നിങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ ഭാഷ ഏതായിരിക്കണം? സുറിയാനി. അതെന്തിനാണെന്നറിയണ്ടേ? ഇവിടുത്തുകാരുടെ വികാരത്തെ ഒന്ന് തണുപ്പിക്കാൻ. മാത്രമല്ല അവർക്കറിയത്തില്ല, ഭാഷ ഇതാണല്ലോ എന്നോർത്ത് അവരത് കേട്ടിട്ട് പോകും. അത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പട്ടക്കാർ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു വിധത്തിലും പുരോഹിതന് കല്യാണം പാടില്ല. ബ്രഹ്മചര്യ നിർബന്ധം. കല്യാണം കഴിച്ച ആരെങ്കിലും പട്ടക്കാരുണ്ടെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചു പോകണം എന്ന കർശന വ്യവസ്ഥ കത്തോലിക്കർ യാക്കോബക്കാരെ ഇമ്പോസ് ചെയ്തു. മാർ അബ്രഹാം അതിനോട് വളരെ നിഷേധാത്മകമായിട്ട് ഇടപെട്ടു. വൈപ്പിനിൽ സെമിനാരി പഠിച്ചവർക്ക് പട്ടം കൊടുക്കണമെന്ന കർശന നിർദ്ദേശം അദ്ദേഹം കാറ്റിൽ പറത്തി കളഞ്ഞു. ചുരുക്കത്തിൽ ഇതിലുകൂടാതെ ഒരു കാര്യം കൂടി, നിങ്ങൾ ആരെയെങ്കിലും പട്ടക്കാരനായിട്ട് എടുത്താൽ കത്തോലിക്കരുടെ ഒരു ബിഷപ്പ് കൊച്ചിയിലുണ്ട്. ആ കത്തോലിക്ക ബിഷപ്പിൻ്റെ കൺസെൻറ്റ് വാങ്ങാതെ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തങ്ങളന്ന് ഇവിടെ ഭരിക്കുക. അപ്പോൾ പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ അധികാരം പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് കത്തോലിക്കൻ്റെ കയ്യിലാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം കൂടെ അടിച്ചേൽപ്പിച്ചു. പക്ഷേ മാർ അബ്രഹാം വഴങ്ങിയില്ല. മാർ അബ്രഹാം വഴങ്ങാതെ വന്നപ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ പല ഘട്ടങ്ങളിൽ ശ്രമം നടന്നു. അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചു. 1597 അദ്ദേഹം മരിച്ചു. അപ്പോൾ അവിടുന്ന് ഉള്ള 2 വർഷങ്ങൾ വളരെ നിർണായകമാണ്. അദ്ദേഹം മരിച്ചോടുകൂടി മാർ അബ്രഹാമിൻ്റെ കാലശേഷം ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ രൂപപ്പെട്ടത്. അപ്പോഴേക്കും ഇവിടെ ആളില്ല, അവരെ നോക്കാനും കൈകാര്യം ചെയ്യാനൊന്നും ആളില്ല. യാക്കോബാ സഭയ്ക്ക് അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ആളില്ലാത്ത ഒരു അവസ്ഥാവിശേഷം സംജാതമായി കഴിഞ്ഞപ്പോൾ അവർ അങ്കമാലിയിൽ ഒരു സുന്നതദോസ് കൂടി. അപ്പോൾ അതിനു മുമ്പ് കീഴ്വഴക്കമനുസരിച്ച് മാർ അർക്കാദിയോക്കൻ എന്ന് പറയുന്നത് ജാതിക്ക് കർത്തവ്യൻ, അതായത് ഈ സമൂഹത്തിൻ്റെ ലീഡർ എന്നർത്ഥമാക്കിയാൽ മതി. ഈ മാർ അർക്കാദിയോക്കനെ അതിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്നു. സഭയുടെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ്. അപ്പോൾ അദ്ദേഹം ചുമതലപ്പെട്ട് അദ്ദേഹത്തിന് ഈ ബിഷപ്പ് സ്ഥാനമൊക്കെ കൊടുത്തെങ്കിലും ഇവരൊരു വലിയ അബദ്ധം കാണിച്ചു. മലങ്കര സഭ അബദ്ധമെന്നതിന് പറയാൻ പറ്റില്ല, അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, തീരെ തള്ളാൻ പറ്റാത്തത്. അങ്കമാലിയിൽ പൊതുസമൂഹം സമ്മേളിച്ചിട്ട് പറഞ്ഞു, ഈ പേർഷ്യയിൽ നിന്ന് വന്ന ഒരു മെത്രാൻ്റെ കൈവെപ്പില്ലാത്ത അർക്കാദിയോക്കനെ നമുക്കൊരിക്കലും ഇവിടെ നേതാവായിട്ട് ഈ വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ആ പ്രശ്നം അങ്ങ് രൂക്ഷമായപ്പോൾ പല തന്ത്രങ്ങളിലൂടെ കത്തോലിക്കരാക്കി മലങ്കര ക്രിസ്ത്യാനികളെ മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായി കണ്ട് അലക്സ് ഡി മെനസീസ് എന്ന പേരായ അന്നത്തെ ആർച്ച് ബിഷപ്പ്, ഗോവയിലേക്ക് വന്ന ആർച്ച് ബിഷപ്പ് മെൻസീസ് 1595 പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ മാർ അബ്രഹാമിൻ്റെ കാലശേഷം ഈവറീസ് അർക്കാദിയോക്കൻ ചുമതലയേൽക്കുന്നു.
അപ്പോൾ മെനസീസ് ഇത് മുതലെടുക്കും. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കുറഞ്ഞ വർഷം അങ്ങനെ വന്ന ശേഷം ഇതിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇതേ കുറേ ശ്രമങ്ങൾ നടത്തി മെനസീസ്. എന്താ മെനസീസ് നടത്തിയെന്നറിയണ്ടേ? അർക്കാദിയോക്കനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ കയ്യൊപ്പ് കൊടുക്കുക. അർക്കാദിയോക്കൻ അങ്ങോട്ട് വഴങ്ങുന്നില്ല. ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടും വഴങ്ങാത്ത ഗീവറീഷുമാർ അർക്കാദിയോക്കനെ നിർബന്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. എന്താണെന്ന് കേട്ടു? അദ്ദേഹം കൊച്ചിയിലെ രാജാവിനെ സന്ദർശിച്ച് സകല പള്ളികളിലും കടക്കാൻ ഈ മെനസീസ് അധികാരം വാങ്ങി. അവിടെ ചെന്ന ആളുകളോട് അർക്കാദിയോക്കനെക്കുറിച്ച് മോശം പറയാൻ തുടങ്ങി. ഇവിടുത്തെ ഓരോ കാര്യങ്ങളുടെ കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് കുറേ പേരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ഇതിനിടയിൽ അർക്കാദിയോക്കൻ്റെ അന്നത്തെ യാക്കോബാ സഭയുടെ ആർച്ച് ഡീക്കൻ്റെ എല്ലാത്തരം നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 100 പേരെ പട്ടക്കാരാക്കി വാഴിച്ചു. 100 പേരെയാണെന്ന് നോക്കണം. 100 പട്ടക്കാരെ വാഴിച്ചു. അപ്പോൾ ഇവർ മുഴുവൻ ഈ കത്തോലിക്കൻ പറയുന്ന പോലെ മാത്രം പോകുന്ന യാക്കോബക്കാർ. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്തരം അച്ഛന്മാർ ഉണ്ടായി. ഇത്രയും പേർക്ക് പട്ടം കിട്ടി. ഈ ഘട്ടം തനിക്കൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം ഏകദേശം 133 പുരോഹിതന്മാർ, അതിൽ തന്നെ 100 പേര് സ്വന്തം പക്ഷത്തുള്ളവരാണ്, ഇങ്ങനെ പട്ടം കൊടുത്തതാണ്. 20 ശമാശന്മാർ, 660 സഭാപ്രതിനിധികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉദയംപേരൂരിൽ ഒരു സുന്നകദോസ് വിളിച്ചു. ഈ സുന്നകദോസിലേക്ക് ആളുകൾ വന്നു. ഉദയംപേരൂർ വിളിക്കാൻ കാരണം എന്താ? തൊട്ടടുത്താണ് വൈപ്പിൻ. അതുപോലെ തന്നെ മട്ടാഞ്ചേരി അവരുടെ ശക്തി കേന്ദ്രമാണ്. ഈ മട്ടാഞ്ചേരി ശക്തി കേന്ദ്രമായി ആണ് എന്നുള്ള ഒരു കാരണം ഇവിടെ ഒട്ടേറെ അഡ്വാൻസ്ഡായ അന്തരീക്ഷം അവർക്കുണ്ട്. അങ്കമാലിയാണെങ്കിൽ അവിടെ മലങ്കര ക്രൈസ്തവരാണ് കൂടുതൽ. പക്ഷേ അങ്ങനെ കൊണ്ടൊന്ന് ഇവരെ കൊണ്ട് നിർബന്ധപുരസരം ചില നിഗമനങ്ങളിൽ ഒപ്പിടിവിച്ചു. അവരെ നിർബന്ധപുരസരം അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് അർക്കാദിയോക്കനെ വഴക്കിയെടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ ഏതാണ്ട് 30 ചില കാനനകൾ അവിടെ പാസ്സാക്കിയെടുത്തു. അതൊക്കെ വലിയ തമാശകളാണ്. പ്രസിദ്ധമായ ഉദയംപേരൂർ സുന്നോദോസ് അങ്ങനെ ഈ മലങ്കര നസ്രാണികളുടെ എല്ലാ തരത്തിലുമുള്ള പരാജയത്തിന് തുടക്കം കുറിക്കുന്നത് അവിടെയാണ്. പിന്നീട് ഈ സുന്നോദോസിൽ എടുത്ത തീരുമാനങ്ങൾക്ക് പുറമെ ചിലതും കൂട്ടിച്ചേർത്തു. അതിന് തെളിവാണ് മലയാളത്തിൽ അതിൻ്റെ കാനോനകളുണ്ട്. ഇതുകൂടാതെ ഇതേ കാനോനകൾ പോർച്ചുഗീസ് ഭാഷയിലുമുണ്ട്. പോർച്ചുഗീസ് ഭാഷയിലെ കാനോനയിൽ 35 എണ്ണം കൂടുതലാണെന്ന് ഓർക്കണം. ഇത്തരത്തിലൊക്കെ കാണാം. ഇങ്ങനെ തെറ്റായ നിലയിലേക്ക് സഭയെ അല്ലെങ്കിൽ മലങ്കര സഭയെ ഗതി തിരിച്ചു വിട്ട ഇടപെടലായിരുന്നു കത്തോലിക്ക സഭ ഇവിടെ നടപ്പിലാക്കിയത്. ഇനിയും മടങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഈ മലങ്കര ക്രൈസ്തവർക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ കത്തോലിക്ക സഹോദരങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. നിങ്ങൾ എത്രമാത്രം വേദവിപരീതങ്ങളുടെ ഇരുണ്ട തെറ്റായ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ പ്രമാണങ്ങളും പ്രവണതകളും കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അധ്യയനങ്ങളിൽ നിന്ന്, സ്ലീഹന്മാരുടെ പഠിപ്പിക്കൽ നിന്ന് ബഹുദൂരം അകലേക്ക് യാത്രയാകുന്നു. ഈ പ്രവണതകളെ ചെറുക്കേണ്ടതുണ്ട്. സത്യത്തിൻ്റെ പന്താവിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉദയംപേരൂർ സുന്നോദോസിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇതര കാര്യങ്ങൾക്കൊപ്പം നമ്മൾ കണ്ടു 10 വിധ അബദ്ധങ്ങൾ, 10 വിധ ദോഷങ്ങൾ, 10 വിധ പ്രവണതകൾ. ഈ സുന്നോദോസ് കൊണ്ട് ഒരേ ഒരു ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ. ആ ഗുണം എന്താണെന്ന് വെച്ചാൽ അതുവരെ ഇവിടെ നടമാടിയിരുന്ന യാക്കോബക്കാർക്കിടയിൽ, മലങ്കര ക്രൈസ്തവർക്കിടയിൽ നടമാടിയിരുന്ന ചിലതരം അന്ധവിശ്വാസങ്ങൾക്ക് ഈ വരവോടെ മാറ്റമുണ്ടായിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ: ഇൻവൻ്റ് മാരേജ്, ശൈശവ വിവാഹം ഇവിടെ ഉണ്ടായിരുന്നു, അത് നിരോധിക്കപ്പെട്ടു. അടുത്തത്, ചില പ്രത്യേക ദിവസങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ജനന തീയതിയൊക്കെ വച്ച് നോക്കിയിട്ട് അവർ ശരിയായ ജനനമല്ല എന്നൊക്കെ ഉള്ള രീതികൾ കണക്കുകൂട്ടി ഹൈന്ദവമായ ചില ചിന്തകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ മലങ്കര ക്രൈസ്തവർ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുകയോ അതല്ലെങ്കിൽ കളയുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തരം കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് വളർത്താനും ഇനിമേൽ അത് പാടില്ല എന്ന് പറയാനുമുള്ള ഒരു മാന്യമായ സമീപനം ഉദയംപേരൂർ സുന്നോദോസ് കൊണ്ടുണ്ടായി. ബാക്കി കാര്യങ്ങളെ അതിൻ്റെ ആകത്തുകയിലെടുത്താൽ ഉദയംപേരൂർ സുന്നോദോസ് എന്നത് കൂട്ട മതപരിവർത്തനത്തിൻ്റെ, ഒരുപക്ഷെ നമ്മുടെ കേരളക്കര അല്ല ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും ശക്തമായ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ, അതായത് ക്രൈസ്തവനെ കത്തോലിക്കാവൽക്കരിച്ച തെറ്റായ പ്രവണതകളുടെ ഒരു കേന്ദ്രമായി മാറുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായത്. അങ്ങനെയാണ് പർഗറ്ററി എന്ന അബദ്ധം, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്ന അബദ്ധം, പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് വണങ്ങുന്ന പ്രവണതകൾ,
അതുപോലെ വസ്തുമാറ്റ സിദ്ധാന്തം എന്ന തെറ്റായ കുർബാന അനുഷ്ഠാന രീതി, കന്യകാമറിയമിനോടുള്ള പ്രാർത്ഥനയും അപേക്ഷയും വണക്കവും, മുൻ ഒപ്രസുമ അഥവാ സ്ഥിരീകരണം, പിന്നീട് അന്ത്യ ശുശ്രൂഷ അല്ലെങ്കിൽ ഒടുക്കത്തെ ഒപ്രസുമ എന്ന് പറയുന്ന ശവ ആൾ മരിക്കുന്നതിന് മുമ്പുള്ള അന്ത്യകൂദാശ, പട്ടക്കാരോടുള്ള കുമ്പസാരം, അൽമേനി തിരുമേനി വ്യത്യാസത്തോടുകൂടി കാണുന്ന ഹൈറാർക്കിയൽ സിസ്റ്റം, അതുപോലെ തന്നെ പാരമ്പര്യം സംബന്ധിച്ച് യാക്കോബ സഭക്കാരെ ചിന്താക്കുഴപ്പത്തിൽ എത്തിക്കുന്ന ആ സ്ഥിതിവിശേഷമൊക്കെ അങ്ങനെ സംജാതമായി. ഇതിനെ ചെറുത്തുകൊണ്ടാണ് 1653 കാലമേറെ മുമ്പോട്ട് പോയി അന്നത്തെ ഒരു ജനുവരി മാസം 3-ാം തീയതി ഇതിനോടെല്ലാം ചെറുത്തുനിൽപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ ഒരു യുഗത്തിന് കേരള ക്രിസ്ത്യാനിത്വം തുടക്കം കുറിച്ചെങ്കിലും അതും ഇന്ന് പാതി വഴിയിൽ പെട്ടുപോയിരിക്കുന്നു. കൂനംകുരിശു സത്യം ഉൾപ്പെടെയുള്ള ഇതര സംഭവങ്ങളെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് തീരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല എന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചു. മാത്രമല്ല, കുഞ്ഞാടിൻ്റെ നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് സംജാതമായിട്ടുള്ളത്. മഹാദൈവത്തിൻ്റെ പുത്രനെ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നമ്മുടെ രക്ഷിതാവായി ഇഹലോകത്തിലേക്ക് അയച്ച ദൈവം, ആ ദൈവം ഏകനാകുന്നു. ആ ദൈവത്തെ തൻ്റെ പുത്രനിലൂടെ അറിഞ്ഞുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മനിറവ് പ്രാപിച്ച് നിമജ്ജന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൈക്കൊണ്ട് കൃത്യതയാർന്ന ആത്മീയ ജീവിതം നയിക്കുന്നവരാണ് സഭയുടെ അംഗങ്ങൾ. പത്രോസ് എവിടെയെങ്കിലും സിംഹാസനം സ്ഥാപിച്ചുവെന്നും അത്തരം സഭയുടെ ഒരു അധികാരിയായി ഇന്ന് കാണുന്ന വിധത്തിൽ സർവാഡംബര വിഭൂഷിതനായി വിളങ്ങിയെന്നുമൊക്കെയുള്ള തെറ്റായ ധാരണകൾക്കപ്പുറത്ത് നിങ്ങൾ യേശുവിലേക്ക് മടങ്ങുക, സ്ലീഹ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക. യേശു എന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ വ്യക്തതയാർന്ന് പടുത്തുയർത്തപ്പെട്ട ആ കെട്ടിടമാകുന്ന സഭ ഒരു പ്രസ്ഥാനമല്ല. ആ സഭ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. ഭൂമിയിൽ ഏതെങ്കിലും പേരിനാൽ അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട ഇടത്തെ സഭയെന്ന് വിളിക്കരുത്, കെട്ടിടത്തെ സഭയെന്ന് വിളിക്കരുത്. മറിച്ച് യേശു ഉള്ളവനാണ് ക്രിസ്ത്യാനി, യേശുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഈ അവബോധത്തിലേക്ക് അടുത്തു വരാനും അന്ധവിശ്വാസങ്ങളോടും ദുരാചാരങ്ങളോടും സന്ധിയില്ലാത്ത സമരം ചെയ്തുകൊണ്ട് പാഗണിസത്തെ ചെറുത്തോൽപ്പിച്ച ക്രിസ്തീയതയുടെ പൂർവ്വകാലത്തിൻ്റെ ചരിത്രത്തിലേക്കും അതിൻ്റെ ആവേശത്തിലേക്കും മടങ്ങിയെത്താൻ വചനം കേൾക്കുന്ന ഏവർക്കും, ഈ ചിന്തകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപയും കരുണയും നൽകട്ടെ. ബൈബിളിലേക്ക് മടങ്ങുക, ക്രിസ്തുവിലേക്ക് മടങ്ങുക, അപ്പോസ്തോലിക പാരമ്പര്യത്തിലേക്ക് മടങ്ങുക, സഭ എന്ന ആശയത്തിൻ്റെ കൃത്യതയാർന്ന നിർവചനങ്ങളിൽ അഭിരമിക്കുക. യേശു വരാറായി എന്ന സത്യം ഗ്രഹിച്ചുകൊണ്ട്, ന്യായവിധിയുടെ ദിവസം നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു എന്ന വസ്തുത ഗ്രഹിച്ചുകൊണ്ട്, പ്രതിമാ വണക്കങ്ങളെ, കന്യാമറിയമിനുള്ള പ്രാർത്ഥനയെ, പുണ്യവാള വണക്കങ്ങളെ ഒക്കെ നിരാകരിച്ചുകൊണ്ട് ഈ കരം സത്യദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമസ്കരിക്കൂ എന്ന ചിന്ത കൈക്കൊള്ളുവാൻ എത്ര സഹോദരങ്ങൾക്ക് ഇന്ന് മനസ്സും താല്പര്യമുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലെ വന്ന് സൂചിപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വേദപുസ്തകം കൊണ്ട് തെളിയിക്കാനാവാത്ത, അപ്പോസ്തലിക പാരമ്പര്യത്തിലില്ലാത്ത തെറ്റായ വണക്കങ്ങൾ, തെറ്റായ ആചാരങ്ങൾ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞ് വിഗ്രഹങ്ങളെ നമിക്കുന്ന തെറ്റായ പ്രവണതകൾ, അതിൻ്റെ വഴിവിട്ട് സത്യ ദൈവത്തിൻ്റെ പാതയെ തന്നെ നടക്കാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ കൃപയും പ്രാപ്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിധത്തിലും ഞാൻ എൻ്റെ ആദരണീയരായ കത്തോലിക്ക സഹോദരങ്ങളെ അല്ലെങ്കിൽ യാക്കോബായ സഹോദരങ്ങളെ, മലങ്കര ക്രൈസ്തവരെ നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ അല്ല ഈ അവസരം വേർതിരിക്കുന്നത്. മറിച്ച് നിങ്ങൾ അനുഗമിച്ചു പോരുന്നത് ശരിയുടെ വചനങ്ങളല്ല, നിങ്ങൾ ചെയ്തു വരുന്നത് വിഗ്രഹാരാധനയാണ്. നിങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നത് വചന വിപരീതമാണ്. യേശു പഠിപ്പിക്കാത്ത, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്ലീഹ പാരമ്പര്യങ്ങൾ എങ്ങും കാണാത്ത, ആദിമ സഭാചരിത്രകാരനായ ലൂക്കോസ് എഴുതിയിട്ടില്ലാത്ത, യൗസേബിയസിൻ്റെ ചിന്തകളിൽ കാണാത്ത ഈ കാവഡ്യം സഭാചരിത്രം നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ശരിയുടെ പക്ഷത്ത് തന്നെ നിൽക്കണം. നമുക്ക് ആ നല്ല ദൈവത്തിനോട് പ്രാർത്ഥിച്ചും ദൈവത്തിലൂടെ പിതാവിൻ്റെ സന്നിധാനമണഞ്ഞും ആത്മനിറവിൻ ജീവിതത്തെ നയിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം സംജാതമാകട്ടെ. വിടുതൽ ഗ്രൂപ്പുകൾ പോലെ വചനത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുന്ന നിരവധി സഹോദരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഈ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുന്ന ദൈവപദ്ധതിക്ക് വിധേയരാകാൻ ആളുകൾ വേണ്ടത്ര ആവേശവും താല്പര്യവും കാട്ടുന്നില്ല. സഭാഭക്തിക്കപ്പുറത്ത്, മാനുഷിക ചിന്തകൾക്കപ്പുറത്ത് നമ്മുടെ മധ്യ എന്നും ജ്വലിച്ചു നിൽക്കുന്ന യേശുവിൻ്റെ പ്രകാശം നമുക്കിന്ന് ഒരു പുത്തൻ വെളിച്ചമാകട്ടെ, പുത്തൻ ഉണർവാകട്ടെ. സഭാചരിത്രത്തിലെ ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് സൂചിപ്പിച്ചു. ഇനിയുള്ള ചില എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും കൂനംകുരിശ് സത്യം നമ്മുടെ പഠന വിഷയമാക്കും, ചിന്താ വിഷയമാക്കും.
നമുക്കതിലൂടെ കൂടുതൽ വിചിന്തനത്തിനും പഠനത്തിനും ഒക്കെ മുതിര കർത്താവ് വചനം കേട്ട ഈ ചിന്തകൾ കേട്ട ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. നമസ്തേ.